കോൺഫിഡൻസിന്റെ കാര്യത്തിൽ അഖിൽ മാരണത്തിനെ കണ്ടുപഠിക്കണം. വോട്ടെണ്ണൽ ദിവസം ആദ്യം പൊട്ടാൻ പോണ വെടിയാണ് തൃക്കാക്കരയിലെ അഖിൽ മാരണം. എന്നിരുന്നാലും ആ അവസാന നിമിഷത്തിലേക്കൊക്കെ പോകുമ്പോൾ ഓരോ ഓൺലൈൻ മാധ്യമത്തിൽ പോയിരുന്ന് അദ്ദേഹത്തിന്റെ സാമ്പിൾ പൊട്ടിത്തെറികളൊക്കെ കാണുമ്പോൾ ആൾക്കാർ ചിരിക്കണോ കരയണോ എന്ന് തോന്നിപ്പോവുകയാണ്. വല്ലാത്ത തരം കോൺഫിഡൻസ് തന്നെ. ചാൾസ് ശോഭരാജൊക്കെ എന്ത് പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പങ്ങൾ കണ്ടുപഠിക്കണം. തോക്കുന്നതിന് തൊട്ടു മുൻപ് വരെ നമ്മൾ എന്ത് ചെയ്യണം? വല്ലാത്ത രീതിയിൽ പൊലിപ്പിച്ചങ്ങ് പറഞ്ഞ് ആത്മവിശ്വാസത്തോടെ ഇരിക്കണം. ഇദ്ദേഹം ഒഴിച്ച് 2020 സാബുവിന് വരെ ഒരു പ്രതീക്ഷയുമില്ലാത്ത മണ്ഡലത്തിലെ വിജയത്തെ സംബന്ധിച്ച് മാരണോ ഇരുന്ന് തട്ടിവിടുകയും അവസാനം അവതാരകനായിട്ടുള്ള വ്യക്തി ചോദിച്ച ചോദ്യം അണ്ണാക്കിൽ പിരിവെട്ടുന്നതായിപ്പോയി എന്ന് പറയേണ്ടി വരികയാണ്. എൻ്റെ കൂടെ നിന്ന് രോഹൻ ഒരു ദിവസം ഒരു വാഹന പ്രചരണത്തിൽ കയറി നിൽക്കുമ്പം രോഹൻ ഞെട്ടും. കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്ന് ഞങ്ങൾ പരിപാടിയെല്ലാം കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് RSSൻ്റെ മുതിർന്ന നേതാക്കന്മാർ ഓരോ മണ്ഡലത്തിലും വരും. അപ്പോൾ അവർ മാറി നിന്ന് സംസാരിക്കുന്നത് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഫ്ലെക്സുകൾ സൈഡിൽ ഇങ്ങനെ ഞാൻ തന്നെ കുറച്ച് ഫ്ലെക്സുകൾ ഇങ്ങനെ സൈഡിലൂടെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവർ അവിടെ നിന്ന് മാറി എന്ന് പറഞ്ഞത് അഖിലിന് ഈ കിട്ടുന്ന സ്വീകാര്യതയൊക്കെ വോട്ടായി മാറിയാൽ ഭൂരിപക്ഷം 10,000 കിടക്കുമെന്നാണ് അവർ ചർച്ച. എന്നിട്ട് അവർ അപ്പം അപ്പുറത്ത് നിന്ന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ പറയുന്നു, അല്ല അത് നമ്മുടെ ഇന്നാൾ മത്സരിച്ച സമയത്ത് അങ്ങനെ അല്ലായിരുന്നു. അപ്പൊ അവരുടെ ചർച്ചകൾ ഇപ്പൊ ലാലേട്ടനെ മമ്മൂക്കനെ ഇഷ്ടപ്പെടുന്ന ഇത്രയും ലക്ഷങ്ങളുണ്ട്. ഈ മമ്മൂക്കനെ ഇഷ്ടപ്പെടുന്ന ഇത്രയും ലക്ഷങ്ങൾ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടിരുന്നുണ്ടെങ്കിലേ അല്ലേ എത്ര ഇതുണ്ട്. അപ്പൊ ലാലേട്ടനെ മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന എത്ര ലക്ഷങ്ങളുണ്ടെങ്കിലേ അത്ര തന്നെ പേര് തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരു നിർബന്ധവും. നമ്മുടെ നാട്ടിൽ ചിലരുണ്ട് ഒരു വക പഠിക്കാതെ പോയിട്ട് പരീക്ഷ സൂപ്പറായിരുന്നു, എനിക്ക് എല്ലാം അറിയാമായിരുന്നു, ഞാൻ എഴുതി മറിച്ചിട്ടുണ്ട്, ഒരു സംശയവും വേണ്ട, ഡിസ്റ്റിങ്ഷൻ തന്നെ. ഡിസ്റ്റിങ്ഷനിൽ കുറഞ്ഞ് ഒരു വിജയവും സംഭവിക്കാൻ പോകുന്നില്ല, അത്ര മാത്രം ഞാൻ എഴുതിയിട്ടുണ്ട്, എളുപ്പമാണ്. ഇത് തള്ളായിരുന്നു എന്ന് വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ എപ്പോഴേ പറ്റുള്ളൂ. റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ 0, ഒരു മാർക്ക് പോലും വാങ്ങിക്കാതെ ഡിസ്റ്റിങ്ഷൻ കിട്ടുമെന്ന് തള്ളിക്കൊണ്ട് നടക്കുന്ന അതേ മനോഭാവമാണ് അഖിൽ മാരണത്തിനുള്ളത്. റിസൾട്ട് വരുന്ന ദിവസം വരെ എൻ്റെ ദിവസമാണ്. അത് കഴിഞ്ഞ ആൾക്കാർ എന്നെ നോക്കി എന്ത് ചെയ്യും? പരിഹസിക്കും, പുച്ഛിക്കും. അതിന് മുന്നോടിയായിട്ട് ഗീർവാണങ്ങൾ വെച്ച് കാച്ചാൻ കിട്ടുന്ന അവസരം അത് കിട്ടിക്കഴിഞ്ഞാൽ മാരണം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ് നിങ്ങൾ കണ്ടത്. ഏറ്റവും ഒടുവിലെ ചോദ്യം അത്രയേ ഉള്ളൂ. മോഹൻലാലിനും മമ്മൂട്ടിക്കും ലക്ഷക്കണക്കിന് ഫാൻസ് സോഷ്യൽ മീഡിയയിലുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഇവരുടെ സിനിമകൾ പൊട്ടിപ്പോയിട്ടില്ലേ? ഇവരുടെ സിനിമകൾ തന്നെ പൊട്ടിപ്പോയിട്ടുണ്ട്. കാര്യം ഈ ലൈക്ക് ചെയ്യുന്ന ലക്ഷങ്ങൾ കണ്ടിരുന്നെങ്കിൽ എല്ലാ സിനിമകളും വമ്പൻ ഹിറ്റാകില്ലേ? അപ്പോൾ സോഷ്യൽ മീഡിയ കണ്ട് ഇതാണ് ലോകമെന്ന് വിചാരിച്ച് കിടക്കുന്ന അഖിൽ മാരണം വെറും പൊട്ടക്കിണറ്റിലെ തവളയാണെന്ന് ജനം മനസ്സിലാക്കി കൊടുക്കാൻ ഇനി ഏതാനും ദിവസം മാത്രമേ ഉള്ളൂ. തൃക്കാക്കരയിൽ ഞാൻ എന്താ ഉജ്ജ്വല വിജയം, RSSന്റെ എൻ്റെ ശാഖാ ചേട്ടന്മാർ അവിടെ നിന്ന് പറയാണ്, ഈ പോക്കാണെങ്കിൽ 10,000 കേറി പോകുന്നു. എവിടെ കയറി പോകാൻ? മുള്ളംകൊല്ലി എന്നൊരു സിനിമ ഇറങ്ങിയതിന് തൊട്ടു മുന്നോടിയായിട്ട് വരെ എന്തായിരുന്നു ഇവന്റെ തള്ളെന്ന് പറഞ്ഞാൽ അതിന്റെ റിലീസ് കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു നിങ്ങൾ ആലോചിച്ചാൽ മതി. അതിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് ഈ ഇലക്ഷൻ റിസൾട്ട് എന്ന് ഒരു സംശയവുമില്ല പറഞ്ഞു വയ്ക്കുകയാണ്. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പ്രഖ്യാപനത്തിൽ ഏറ്റവും വലിയ കതിനാവെടിയായി പൊട്ടാൻ പോകുന്നത് തൃക്കാക്കരയിലെ അഖിൽ മാരണമാണ്. വല്ലാത്തൊരു ഒച്ച ആ സന്ദർഭത്തിൽ കേൾക്കും. ആ ഒച്ചയോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സംപ്രേഷണം കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാകില്ല. നാടിന് കുറച്ച് സമാധാനം ഉണ്ടാകും.